ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2. അഥ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഃ. അവാത്സീന്നാരദോ ഭീഷ്ണം കൃഷ്ണോപാസനലാലസ. കോ नु രാജന്നിന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം. ന ഭജേത് സർവതോ മൃത്യുരുവാസ്യമമരോത്തമൈ. തമേകദാതു ദേവർഷിം വസുദേവോ ഗൃഹാഗതം. അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്. വസുദേവ ഉവാച. ഭഗവൻ ഭവതോ യാത്രാ സ്വസ്ഥയേ സർവദേഹിനം. കൃപണാനാം യഥാ വിത്രോരുത്തമശ്ലോകവർദ്ധനം. ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച. സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനം. ഭജന്തി യേ യഥാ ദേവാൻ ദേവാ അപി തഥൈവ തൻ. ഛായേവ കർമ്മ സജീവാ സാധവോ ദീനവത്സലാ. ബ്രഹ്മം സ്ഥതാ വിപൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ. യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോ ഭയാത്. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവിമുക്തിദം. അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായയാ. യഥാ വിചിത്രവ്യസനാത് ഭവദ്ഭിർവിശ്വതോ ഭയാത്. മുച്യേമ ഹ്യഞ്ജസൈവാർത്ഥോ തഥാ ന ശാധി സുവ്രത. ശ്രീശുക ഉവാച. രാജന്യേവം കൃതപ്രശ്നോ വസുദേവേന ധീമത. പ്രീതസ്തമാഹ ദേവർഷിർഹരേ സംസ്മാരിതോ ഗുണൈഃ. നാരദ ഉവാച. സമ്യഗേതദ്വ്യവസിതം ഭവതാ സാത്വദർശഭ. യത്പൃച്ഛസേ ഭാഗവതൻ ധർമാംസ്ത്വം വിശ്വഭാവനൻ. ശ്രുതോനുപഠിതോധ്യാത ആദൃതോ വാനുമോദിത. സദ്യ പുനാദിസദ്ധർമ്മോ ദേവവിശ്വദ്രുഹോഭിഃ. ത്വയാ പരമകല്യാണ പുണ്യശ്രവണകീർത്തന. സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. അത്രാപ്യുദാഹരന്തി മം ഇതിഹാസം പുരാതനം. ആർഷഭാണാം ച സംവാദം വിദേഹസ്യ മഹാത്മന. പ്രിയവ്രതോ നാമ സുതോ മനോ സ്വായംഭുവസ്യ. തസ്യാഗ്നിധ്രസ്തതോ നാഭിർഋഷഭസ്ഥൽസുരസ്മൃത. തമാഹുർവാസുദേവംശം മോക്ഷധർമ്മവിവക്ഷയാ. അവതീർണം സുതശതം തസ്യാസീത് ബ്രഹ്മപാരകം. തേഷാം വൈ ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണ. വിഖ്യാതം വർഷമേതത് യന്നാമ്ന ഭാരതമദ്ഭുതം. സ ഭുക്തഭോഗം തൃപ്തേമം നിർഗതസ്തപസാ ഹരിം. ഉപാസീനസ്തത്പദവീം ലേവേ വൈ ജന്മവിസ്തൃഭിः. തേഷാം നവനവദ്വീപ പദയോസ്യ സമന്തത. കർമ്മതന്ത്രപ്രണേതാര ഏകാശീതിർദ്വിജാതയ. നവാഭവൻ മഹാഭാഗ വിനയോ ഹ്യർത്ഥശംസിന. ശ്രവണാ വാദരശന ആത്മവിദ്യാവിശാരദ. കവിർഹരിരന്തരിക്ഷ പ്രബുദ്ധ പിപ്പലായന. ആവിർഹോത്രോധദ്രുമ്ളശ്ച നസ കരഭാജന. തയേതേ ഭഗവദ്രൂപം വിശ്വം സത്സദാത്മകം. ആത്മനോ വ്യതിരേകേണ പശ്യന്തോ വ്യചരന്മഹീം. അവ്യാഹതേഷ്ടഗതയ സ്വരസിദ്ധസാധ്യഗന്ധർവയക്ഷ നരകിന്നരനാഗലോകൻ. മുക്തശ്ചരന്തി മുനിചാരണഭൂതനാഥ. വിദ്യാധര ദ്വിജഗവം ഭുവനാനി കാമം.
തയേകദാനിമേ സത്രമുപജഗ്മുർയദൃച്ഛയാ വിധായമാനവൃഷിഭിരജനാഭേ മഹാത്മന താൻ ദൃഷ്ട്വാ സൂര്യസംകാശാൻ മഹാഭാഗവതൻ നൃപ യജമാനോക്നയോ വിപ്ര സർവൈവോപതസ്ഥിരേ വിദേഹസ്ഥാനഭിപ്രേത്യ നാരായണപരായണൻ പ്രീതസംപൂജയാഞ്ചക്രേ ആസനസ്ഥാന്യധാരകത താൻ രോചമാനൻ സ്വരൂച ബ്രഹ്മപുത്രോപമന്നവ പപ്രച്ഛ പരമപ്രീത പ്രശ്രയാവനതോ നൃപ വിദേഹ ഉവാച മന്യേ ഭഗവതഃ സാക്ഷാൽ പാർഷദാൻവോ മധുദ്വിഷ വിഷ്ണോർഭൂതാനി ലോകാനം പാവനായ ചരന്തി ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഃ സംസാരിസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗ സേവധൃനൃണം ധർമാൻ ഭാഗവതാൻ ബ്രൂത ഇതിന ശ്രുതയേ ക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ ശ്രീനാരദ ഉവാച ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാ പ്രതിപൂജ്യ ബ്രുവൻ പ്രീത്യ സസദസ്യർത്തുജം നൃപം കവിരുവാച മന്യേ കുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനാ യത്ര നിവർത്തതേഭി യേ വൈ ഭഗവതാ പ്രോക്ത ഉപായാ ഹ്യാത്മലബ്ധയേ അഞ്ജ പുംസാമവിദുഷാം വിദ്ധി ഭാഗവതാന്ഹിതൻ യാനാസ്ഥായ നരോ രാജൻ ന പ്രമാദ്യേത കർഹിചിത് ധാവൻ നിമീല്യ വാ നേത്രേ ന സ്ഖലേന്ന പരേതിഹ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ നിസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത് ഭയം ദ്വിതീയാഭിനിവേശദസ്യ ദീശാദഭേദസ്യ വിപര്യയോ സ്മൃതി തന്മാഹയാദോ ബുധ ആപജേത്തം ഭക്ത്യൈകയേശം ഗുരുദേവതാത്മാ അവിദ്യമാനോപ്യവഭാതി ഹിത്വയോ ധ്യാതുർത്ഥിയാ സ്വപ്നമനോരഥൗ യഥാ തത്കർമ്മസങ്കൽപ്പവികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാദ ഭയം ദദസ്യാത് ശൃണ്വൻ സുഭദ്രാണി രഥംഗവാണിർ ജന്മാനി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത സംഘ ഏവം ഹൃതസ്വപ്രിയനാമകീർത്യ ജാതാനുരോഗോ ദൃഢചിത്തൗ ഉച്ചൈ അസത്യധോരോദിതരൗദികായസ്ത്യന്മാദ വനൃത്യതിലോകബാഹ്യ ഖം ബാഹ്യുമഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത്സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം വ്രണമേതനന്യ ഭക്തി പരേശാനുഭവോ വിരക്തിരന്യത്ര ചൈഷതിക ത്രിക ഏകകാല പ്രപദ്യമാനസ്യേതശ്നതസ്യോസ്തുഷ്ടി പുഷ്ടി ക്ഷുദ്ര പായോനുഘാസം ഇത്യച്യുതാഖ്രിം ഭജിതോന്നുവൃത്യാ ഭക്തിർവിരക്തിർഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജംസ്തദാ പരാം ശാന്തിമുപൈതി സാക്ഷാത് രാജോവാച അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശോ നൃണം യഥാചരതി യദ്ബ്രൂതേ യൈർലിംഗൈർഭവത പ്രിയാ ഹരിരുവാച സർവഭൂതേഷു യപശ്യേത് ഭഗവദ്ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ ഈശ്വരേ തഥനീതേഷു ബാലിശേഷു ദ്വിഷത്സു ച പ്രേമമൈത്രീ കൃപോപേക്ഷ യഃ കരോതി സമധ്യമ
അർച്ചായാമേവ ഹരയെ പൂജാമ്യ ശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ജന്യേഷു സഭക്തപ്രാകൃതസ്മൃത. ഗൃഹീത്വാപീന്ദ്രിയൈരർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹുഷ്യതി വിഷ്ണോർമായാമിതം പശ്യൻ സ വൈ ഭാഗവതോത്തമ. ദേഹേന്ദ്രിയപ്രാണമനോധിയം യോ ജന്മാപ്യക്ഷുത് ഭയദർശകൃച്ഛ്രൈः സംസാരധർമ്മൈരമുഹ്യമാന സ്മൃത്യാ ഹരേർ ഭാഗവത പ്രധാന. ന കാമകർമാബീജാനാം യസ്യ ചേതസി സംഭവ വാസുദേവൈക നിലയ സ വൈ ഭാഗവതോത്തമ. ന യസ്യ ജന്മകർമ്മഭ്യാം ന വർണ്ണാശ്രമജാതിഭിः സജ്ജതേസ്മിന്നഹം ഭാവോ ദേഹേ വൈ സ ഹരേ പ്രിയ. ന യസ്യ സ്വപര ഇതി വിദ്വേഷാത്മനി വാഭിത സർവഭൂതസമശാന്ത സ വൈ ഭാഗവതോത്തമഃ. ത്രിഭുവനവിഭവ ഹേതുവേപ്യഗുണ്ടസ്മൃതി രചിതാത്മസുരാദിഭിർവിമൃഗാത് ന ചലതി ഭഗവത്പദാരവിന്ദാല്ലവനി നിമിഷാർത്ഥമപി യ സ വൈഷ്ണവാഗ്ര്യ. ഭഗവത ഉരുവിക്രമഘ്രിശാഖാനഖമണി ചന്ദ്രികയാ നിരസ്തദാവേ ഹൃദി കഥമുപസീദതാംബുനഃ സ പ്രഭവതി ചന്ദ്ര ഇവോതി ദീർഘദാവ. വിസൃജതി ഹൃദയം ന യസ്യ സാക്ഷാദ്ധരിരവശാഭി ഹിതോപ്യഹൗഹനാശ പ്രണയരചനയാ ധൃതംഘ്രിപത്മ സ ഭവതി ഭാഗവത പ്രധാനോക്ത. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണാർപ്പണമസ്തു. രാധേശ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖില ഗുരുവായ ശ്രീ ഗുരുവായൂരപ്പനെയും എല്ലാ ഗുരുക്കന്മാരെയും ഭാഗവതാചാര്യന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ഏകാദശത്തിലെ അധ്യായം 2 ഭാഗവതധർമ്മം എന്നാണ് വിഷയം. കഴിഞ്ഞ അധ്യായത്തിൽ യാദവവംശത്തിൻ്റെ പതനം, അതാണ് നമ്മൾ കണ്ടത്. അഹങ്കാരം, വാശി, പക, അസാൻമാർഗിക പ്രവൃത്തികൾ ഇവ ആ യാദവവംശത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. അതിൻ്റെ തുടർച്ചയായി ഋഷിവര്യന്മാരെ അവഹേളിച്ചു. അതൊരു ശാപമായിട്ട് ഒരു ഇരുമ്പുലക്ക ആയി യാദവവംശത്തിൻ്റെ സർവനാശത്തിന് കാരണമായിത്തീരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏതൊരു കുലവും എത്ര മഹത്തതായെങ്കിലും, മഹാന്മാർക്ക് ജന്മം നൽകിയതാണെങ്കിലും ശരി, വാശി, പക, അഹങ്കാരം, പുച്ഛം ഇവയെല്ലാം വ്യക്തിയുടെ മാത്രമല്ല ഒരു കുലത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാകും എന്നുള്ളതാണ്. അടുത്ത ഈ അധ്യായത്തിൽ നിമിയും നവയോഗേശ്വരനും ചർച്ച ചെയ്ത ഭാഗവതധർമ്മമാണ് ശ്രീശുകൻ പരീക്ഷത്തിനെ വിവരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ രക്ഷയിൽ കഴിയുന്ന ദ്വാരകയിൽ ശ്രീനാരദ മഹർഷി
കൂടെ ചെന്ന് താമസിക്കാറുണ്ട്. ഉപാസിക്കാനായിട്ടാണ് അദ്ദേഹം അവിടെ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം വസുദേവരുടെ ഗൃഹത്തിലേക്ക് ശ്രീനാരദ മഹർഷി കയറി ചെന്നു. ദേവർഷിയെ വിധി പോലെ പൂജിച്ച് സൽക്കരിച്ച ശേഷം വസുദേവർ പറഞ്ഞു, അല്ലയോ മഹർഷി, അച്ഛനമ്മമാർ പുത്രന്മാരെ കാണാൻ ചെല്ലുന്നത് അവർക്ക് സുഖം നൽകാനാണല്ലോ. അതുപോലെ അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളും ഒരു ഗൃഹത്തിൽ വരുന്നത് ദുഃഖിതനായ ആ ഗൃഹസ്ഥനെ അനുഗ്രഹിക്കാനാണെന്ന്. ദേവന്മാരവരെ ഭജിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സേവിക്കാത്തവരെ അനുഗ്രഹിക്കത്തില്ല. എന്നാൽ അങ്ങയെപ്പോലെയുള്ള സജ്ജനങ്ങൾ എല്ലാവർക്കും എപ്പോഴും സുഖം നൽകുന്നവരാണ്. പൂർവ്വജന്മത്തിൽ വസുദേവർ പറയുകയാണ്, പൂർവ്വജന്മത്തിൽ വളരെക്കാലം തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ എൻ്റെ പുത്രനായിട്ട് അവതരിച്ചത്. അങ്ങനെ ആ മുക്തിപ്രദനായ ഭഗവാനെ പുത്രനായി ലഭിച്ചിട്ടും എൻ്റെ ഭയവും ദുഃഖവും ഒന്നും ഇതുവരെ നീങ്ങിയിട്ടില്ല. ദുഃഖസ്വരൂപവുമായ ഭയസ്വരൂപവുമൊക്കെയായ ആ സംസാരത്തിൽ നിന്ന് ശാശ്വതമായ നിവൃത്തി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ? ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ. അതിനാൽ ഭാഗവത ധർമ്മങ്ങൾ ഉപദേശിച്ചു തന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ വസുദേവരുടെ ഈ അപേക്ഷയെ നാരദ മഹർഷി അഭിനന്ദിച്ചുകൊണ്ട് അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അല്ലയോ വസുദേവ, ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ഭാഗവത ധർമ്മങ്ങളെപ്പറ്റിയുള്ള അങ്ങയുടെ ചോദ്യം വളരെ ഉചിതമായി. കേൾക്കുകയോ പറയുകയോ വിചാരിക്കുകയോ ആദരിക്കുകയോ അനുമോദിക്കുകയോ ചെയ്താൽ തന്നെ പരമപാപികളാണെങ്കിൽ പോലും പവിത്രീകരിക്കുന്നവയാണ് ഭാഗവതധർമ്മങ്ങൾ എന്നാണ് ഭാഗവതം പറയുന്നത്. കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പുണ്യത്തെ പ്രദാനം ചെയ്യുന്നു. പുണ്യത്തെ പ്രദാനം ചെയ്തു മാത്രമല്ല, അങ്ങനെ ആ പുണ്യത്തെ പ്രദാനം ചെയ്ത് വളർത്തുന്ന ഭഗവാൻ ശ്രീനാരായണനെ സ്മരിക്കാൻ ഒരവസരവും കൂടി എനിക്കുണ്ടാക്കി തന്നല്ലോ. ഭാഗവതധർമ്മത്തെപ്പറ്റി ഋഷഭപുത്രന്മാരായ നവയോഗികളും വിദേഹരാജാവും തമ്മിൽ നടന്ന ഒരു സംവാദമാണ് ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുത്തത്. സ്വയംഭുവമനുവിൻ്റെ മകനായിരുന്നു പ്രിയവ്രതൻ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ആഗ്നീധ്രൻ. ആഗ്നീധ്രൻ്റെ മൂത്ത മകനായിരുന്നു നാഭി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഋഷഭദേവൻ. അദ്ദേഹം ഭഗവാൻ വാസുദേവൻ്റെ അവതാരമായിരുന്നു. ആ അവതാരം മോക്ഷധർമ്മത്തെ ഉപദേശിക്കാനായിട്ടാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. അവരിൽ മൂത്ത പുത്രനാണ് മഹായോഗിയായ ഭരതൻ. ഭരതൻ്റെ സ്മാരകമായിട്ടാണ് ഈ അജനാഭ വർഷത്തിന് ഭാരതം എന്ന പേര് ഉണ്ടായത്. ഭരതൻ രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് 3 ജന്മം കൊണ്ട് മുക്തനായി തീർന്നു. പിന്നെ ഭരതൻ്റെ അനുജന്മാർ 9 പേര് 9 ദ്വീപുകളുടെ ഭരണകർത്താക്കളായി. 81 പേര് വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരായി തീർന്നു. പിന്നെ ഋഷഭദേവൻ്റെ ശേഷിച്ച ആ 9 പുത്രന്മാരായിരുന്നു പ്രസിദ്ധരായ നവയോഗികൾ. കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നീ പേരുകളിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. അവർ എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന പരമഹംസ പരിവ്രാജകന്മാരായിരുന്നു. യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന സമയം ഒരു ദിവസം അവർ നിമി മഹാരാജാവിൻ്റെ യാഗശാലയിലേക്ക് കയറി ചെന്നു. സാധു സംഗമ ഗംഗയിൽ മുങ്ങി
ആത്മവിശുദ്ധി കൈവരിച്ച മഹാനായൊരു ചക്രവർത്തിയായിരുന്നു നിമി. മിഥിലാപുരിയുടെ രാജ്യാധികാരിയാണ്. 9 പേരെയും ഈ കണ്ടപ്പോൾ രാജാവ് അവരെ വിധി പോലെ ആദരവോടെ എല്ലാം സൽക്കരിച്ച് പാദപൂജയൊക്കെ ചെയ്ത് വിനയത്തോടുകൂടി പറഞ്ഞു, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാരാണ് നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവത് ഭക്തന്മാർ ലോകത്തെ പവിത്രീകരിക്കാനായി സഞ്ചരിക്കാറുണ്ടല്ലോ. മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ്. അതിലും ദുർലഭമാണ് പരമജ്ഞാനികളായ നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളെ കാണാൻ സാധിക്കുന്നത്. പരമശ്രേയസിനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനം എന്തെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് നിമി മഹാരാജാവ് ഈ നവയോഗികളോട് പറയുന്നു. ഭാഗവത ധർമാചരണത്താൽ ഈശ്വര ശരണാഗതി അടയാൻ കഴിയുമെന്നും അതാണ് അത്യുത്തമ ശ്രേയസ്സെന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ പരമശ്രേയസ്സിനെ സാധിപ്പിക്കുന്ന ആ ഭാഗവത ധർമ്മങ്ങളെ ഉപദേശിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയണമേ എന്ന് അപേക്ഷിച്ചു. ഇപ്രകാരം നിമി മഹാരാജാവ് അപേക്ഷിച്ചപ്പോൾ കവി എന്ന യോഗീശ്വരൻ മറുപടി പറയുകയാണ്. നശിക്കുന്ന ശരീരമാണ് താനെന്ന തോന്നലാണ് ഭയത്തിനും ദുഃഖത്തിനും ഹേതു. നാശരഹിതനായ ഭഗവാന്റെ പാദസേവനമാണ് ശരീരാഭിമാനം നീങ്ങി ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം. അജ്ഞരായ ജീവന്മാർക്ക് എളുപ്പത്തിൽ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാനായി ഭഗവാൻ തന്നെ ഉപദേശിച്ച അനുഷ്ഠാനങ്ങളാണ് ഭാഗവതധർമ്മങ്ങൾ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത് എന്നാണ് കവി ഉപദേശിച്ചു കൊടുത്തത്. തൻ്റെ സ്വഭാവമനുസരിച്ച് ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുവോ ആ സകല ധർമ്മങ്ങളും ഭഗവാൻ നാരായണന് സമർപ്പിക്കുക എന്നതാണ് ആ അനുഷ്ഠാനം, ഭാഗവത ധർമാനുഷ്ഠാനം. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സന്തോഷിക്കണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരസ്മരണയോടെ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഈശ്വരസ്മരണയ്ക്കാവും പ്രാധാന്യം. കർമ്മങ്ങൾ യാന്ത്രികങ്ങളാവുകയും ചെയ്യും. ഈശ്വരനിൽ നിന്നും വിമുഖരായി ജീവിക്കുന്നവരെ ഭഗവാന്റെ ആ മായ ബാധിക്കുന്നു. മായയ്ക്ക് 2 ശക്തികളുണ്ട്, ആവരണവും വിക്ഷേപവും. ആവരണശക്തി കൊണ്ട് ആത്മസ്വരൂപം മറയപ്പെടുന്നു. വിക്ഷേപശക്തി കൊണ്ട് ശരീരമാണ് താനെന്ന തോന്നലുണ്ടാവുകയും ചെയ്യും. ഈ ശരീരാഭിമാനമാണ് ഭയത്തിന് കാരണം. അതിനാൽ വിവേകിയായ സാധകൻ ആത്മവിസ്മൃതിയും ശരീരാഭിമാനവും ഉണ്ടാകുന്നത് ആരുടെ മായ കൊണ്ടാണോ ആ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. എന്നാലേ ഭയനിവൃത്തിയുണ്ടാവും. ആത്മാവ് തന്നെയാണ് ഗുരുവായും ഇഷ്ടദേവനായും വിളങ്ങുന്നതെന്ന ബോധത്തോടെ അഭേദമായ ഈശ്വരഭജനം കൊണ്ട് മായ നിവർത്തിക്കും. മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളാണ് സ്വപ്നത്തിലും മനോരാജ്യത്തിലും എന്ന പോലെ ആത്മാവായ തന്നിൽ ഇല്ലാത്തതായ പ്രപഞ്ചപ്രതീതിയെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സടങ്ങിയാൽ തന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നും അനുഭവപ്പെടില്ല. തന്നിൽ നിന്ന് അന്യമായി ചിലതുണ്ടെന്ന ആ തോന്നൽ, അത് തോന്നുമ്പോഴാണല്ലോ നമുക്ക് ഭയമുണ്ടാകുന്നത്. അതിനാൽ ബുദ്ധിമാനായ സാധകൻ മനസ്സിനെ അടക്കുകയാണ് വേണ്ടത്. മനസ്സടങ്ങിയാൽ ഭയമില്ലാതായിത്തീരും. ഭഗവാന്റെ മംഗളകരങ്ങളായ അവതാരങ്ങളെയും ലീലകളെയും കേട്ടും കീർത്തിച്ചും നിസ്സംഗനായി സഞ്ചരിക്കുക എന്നതാണ് മനസ്സടങ്ങാനുള്ള അനുഷ്ഠാനം. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് വരുന്ന ശബ്ദാവിഷയങ്ങളാണ്
കർമ്മവാസനകളായി തീർന്ന് മനസ്സിനെ പോഷിപ്പിക്കുന്നത്. ഭക്തി അനുഷ്ഠാനം കൊണ്ട് ഭക്തി വളരുമ്പോൾ മനസ്സിൽ സ്വതേയുള്ള വാസനകൾ നശിക്കുകയും ചെയ്യും. അങ്ങനെ കർമ്മവാസനകൾ നശിച്ചാൽ മനസ്സ് ആത്മാവിലടങ്ങും. അതോടെ ആത്മാവായ തന്നിൽ നിന്നന്യമായ മറ്റൊന്നിൻ്റെ പ്രതീതി പോലും ഇല്ലാതായിത്തീരും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ തിരുനാമങ്ങളെയും ലീലകളെയും ഉള്ളിൽ തട്ടി കീർത്തിക്കുന്നതുകൊണ്ട് ക്രമേണ ഭക്തി വളർന്നു വരും. ഹൃദയമലിയും ഈ അവസ്ഥയിലെത്തിച്ചേർന്ന ഭക്തൻ സ്വയം മറന്നുകൊണ്ട് ചിലപ്പോൾ ചിരിക്കുകയും കരയുകയും പാടുകയും ആനന്ദനൃത്തം വരെ വയ്ക്കുകയും ചെയ്യുന്നത് കാണാം. ഇവയെല്ലാം ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ വിസ്മരിച്ച ഭക്തൻ്റെ അലൗകിക ചേഷ്ടകളാണ്. ഭക്തി വളരാനുള്ള ശ്രവണ കീർത്തനങ്ങളോടൊന്നിച്ചു തന്നെ അജ്ഞാനം നീങ്ങാനുള്ള സാധനയും അനുഷ്ഠിക്കണമെന്നാണ് ഉപദേശിക്കുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, സകല ജീവജാലങ്ങൾ, ദിക്കുകൾ, നദികൾ, സമുദ്രങ്ങൾ മുതലായ ഈ പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ വസ്തുക്കളെയും ആഭരണങ്ങളെ സ്വർണമായി കാണുന്നത് പോലെ പരമാത്മസ്വരൂപേണ ബോധിച്ചുകൊണ്ട് വേണം വീണ് നമസ്കരിക്കണമെന്നാണ്. എന്നാണ് ഈ അജ്ഞാനം നീങ്ങാനുള്ള അനുഷ്ഠാനം. അതാണ് മേൽപ്പറഞ്ഞ അനുഷ്ഠാനങ്ങളെ കൊണ്ട് സാധകനിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്നു വരും. ഈ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ ജാഗ്രത അവസ്ഥ ഇല്ലാതായിത്തീരും. ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സടങ്ങിയാൽ സ്വപ്നാവസ്ഥയും ഇല്ലാതായിത്തീരും. ജ്ഞാനം കൊണ്ട് ആത്മവിസ്മൃതിയാകുന്ന അവിദ്യ നശിക്കും. അതോടെ സുഷുപ്തിയാവസ്ഥയും ഇല്ലാതായിത്തീരും. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന 3 അവസ്ഥകളും ഇല്ലാതായാൽ പിന്നെ ജീവൻ പരമാത്മതത്വത്തോട് ഏകീഭവിച്ച് ഒന്നായിത്തീരലാകുന്ന ആ പരമശാന്തിയെ പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ഭാഗവത ധർമാചരണത്തിലൂടെ ഭയനിവൃത്തിക്കുള്ള അനുഷ്ഠാനം. ഇനി ഭക്തൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാണ് നിമി മഹാരാജാവ് പിന്നീട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറയുന്നത് ഹരി എന്ന യോഗീശ്വരൻ. അദ്ദേഹം പറയുന്നു, എല്ലാ തിരമാലകളെയും സമുദ്രത്തിലും എല്ലാ തിരമാലകളിലും സമുദ്രജലത്തെയും കാണുന്നത് പോലെ സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായ തന്നെയും കാണുന്നവനാണ് ഭാഗവതോത്തമൻ. ഭഗവാനിൽ ഭക്തിയോടും ഭക്തന്മാരിൽ സ്നേഹത്തോടും അജ്ഞന്മാരിൽ കാരുണ്യത്തോടും തന്നെ ദ്വേഷിക്കുന്നവരിൽ ഉപേക്ഷയോടും കൂടി ജീവിക്കുന്നവൻ മധ്യമ ഭക്തനാണ്. വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ ശ്രദ്ധയോടെ ഉപാസിക്കുകയും മറ്റുള്ളവരിൽ ഈശ്വരനെ കാണാതെ ജീവിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അതാണ് പ്രാകൃത ഭക്തൻ. പിന്നെ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്ന സമയത്തും അവ മായാകാര്യങ്ങളാണെന്ന ദൃഢബോധത്താൽ ഒന്നിനെയും വെറുക്കാതെയും ഒന്നുകൊണ്ടും സന്തോഷിക്കാതെയും ജീവിക്കുന്നവനാണ് ഭാഗവതോത്തമൻ. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി ഇവയുടെ വികാരങ്ങളാകുന്ന ജനനമരണങ്ങൾ, വിശപ്പ്, ദാഹം, ഭയം, തൃഷ്ണ എന്നിവയാണ് സംസാരധർമ്മങ്ങൾ. അവയൊന്നും ഭഗവത് സ്മരണയുടെ തീവ്രത കൊണ്ട് തന്നെ ബാധിക്കാതെ ജീവിക്കുന്നവനാണ് ഭാഗവതോത്തമൻ. ആഗ്രഹങ്ങളുടെയും കർമ്മവാസനകളുടെയും ബീജം പോലും ഉണ്ടാവാതെ മനസ്സെപ്പോഴും ഈശ്വരാകാരമായി തീർന്നു കഴിയുന്നവനാണ് ഉത്തമഭക്തൻ. ഉത്കൃഷ്ടകുലത്തിലെ ജനനം, സൽക്കർമാനുഷ്ഠാനം എന്നിവയാലും വർണ്ണാശ്രമധർമ്മങ്ങളെ കൊണ്ടും താൻ കേമനാണെന്ന അഭിമാനമുണ്ടാവാതെ ജീവിക്കുന്നവനാണ് ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനാണ്. താൻ അന്യൻ, തൻ്റേത്, അന്യൻ്റേത് എന്നീ രൂപത്തിലുള്ള ഭേദഭാവനകളൊന്നുമില്ലാതെ എല്ലാത്തെയും സമമായി കണ്ടുകൊണ്ട് കഴിയുന്ന ശാന്തനാണ് ഭാഗവതോത്തമൻ.
3 ലോകങ്ങളിലുമുള്ള ഐശ്വര്യം മുഴുവൻ കിട്ടുമെന്ന് വന്നാൽ പോലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അരനിമിഷത്തേക്ക് പോലും മറക്കാൻ തയ്യാറില്ലാതെ ജീവിക്കുന്നവനാണ് ഭക്തന്മാരിൽ അഗ്രഗണ്യൻ. ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ഭഗവത് പാതാരവിന്ദങ്ങളെ ഭക്തിയാകുന്ന പാശം കൊണ്ട് സ്വന്തം ഹൃദയത്തിൽ ബന്ധിച്ചു നിർത്തിയവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ എന്ന് ഭാഗവതം അടിവരയിട്ട് പറയുന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഇത് ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ഗുരുവായൂരപ്പ ശരണം.